ഉമ്മയോട് പോയി ചോദിച്ചിട്ട് വാ. ഓക്കെ, ഉമ്മയോട് ചോദിച്ചിട്ട് വാ. എന്തായാലും ഉമ്മേൻ്റെ റേറ്റിനേക്കാളും 10 ഇരട്ടി 50% ഇച്ചിരി കൂടുതലാണ് ബിജിയുടെ റേറ്റ് കേട്ടോ. ആദ്യം ഉമ്മേനോട് പോയി ചോദിച്ചിട്ട് വാ ചേച്ചി കേട്ടോ. എന്നിട്ട് അന്വേഷിച്ചിട്ട് വാ. ആദ്യം അത് പോയി തിരക്ക്, എന്നിട്ട് എന്നോട് ചോദിക്കും കേട്ടോ സലീന. ഓക്കെ, മനസ്സിലായോ? നിന്റെ റേറ്റിനേക്കാളും മുകളിൽ വിട്ടോ. കറക്റ്റ്. ചോദിച്ചിട്ട് വരട്ടെ, മുട്ടടിക്കട്ടെ. ചോദിച്ചിട്ട് വന്നിട്ട് അഭിപ്രായം പറ. ഫോൺ വിളിക്കുമ്പം ഉമ്മയോട് ചോദിച്ചു നോക്കാം. ഉമ്മ എത്രയാ ഉമ്മ മേടിക്കാറെന്ന് ചോദിക്കും. അപ്പൊ ചിന്തിച്ചാൽ മതി ഉമ്മയെക്കാളും കൂടുതലാണ് കാശ് കേട്ടോ. ഉണ്ടാക്കിയ തള്ളോട് ചോദിച്ചിട്ട് വാ ആദ്യം പോയിട്ട്. കുളിരുമായി വാ. ഇനി ആരെങ്കിലും എന്തെങ്കിലും മാതാപിതാക്കളെ പറയരുത്. അയ്യോ, അപ്പൊ എന്നെ പറയണതോ? എന്തിനാ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നേ? പിന്നെ ഞാൻ എന്താ അവര് താരാട്ട് പാട്ടി ഉറക്കണോ മുത്തേ? നിന്റെ പൂച്ചി കറുപ്പാണ്, അതെല്ലാ പെണ്ണുങ്ങളുടെ പൂച്ചിയും കറുപ്പാണ്. പച്ചയും മഞ്ഞയും ചുമലായിട്ട് ആരും ഇരിക്കില്ലല്ലോ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു പ്രവാസിയല്ലേ, ചേട്ടൻ്റെ പെണ്ണുമ്മയുടെ സാധനം ഇപ്പൊ എന്തുട്ടാ കറുത്തിട്ടാണോ ഇരിക്കുന്നത് നോക്ക്. ചിലപ്പോ കാട് പോലും വളർത്തിയിട്ട് കാട് വെട്ടാണ്ടിരിക്കണ്ടാവും. ചെല്ല്. പിന്നെ അവിടെ ആരെങ്കിലും ചെന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് പഞ്ചായത്ത് ജില്ലക്കാരൊക്കെ ഒന്ന് കയറ്റി കൊടുക്കണ്ടാവും. ഒന്ന് പോയി നോക്ക്. എന്നിട്ട് ബിജിയുടെ പൂച്ചി കറുത്താണെന്ന് നോക്ക്. കഴുത്തിൽ കിടക്കുന്നത് ഫുള്ള് സ്വർണ്ണമാണോ? ഡേ ടു ഡേ ആണ്. 10 രൂപ. ഇത് 5 രൂപ. കുഞ്ഞുമലയില്ല 5 റംസ്, ഇത് 10 റംസ്. ബിജി സുന്ദരിയാണ്. അതിന് ബിജി നിന്നെ കനി കണ്ടാൽ ആ ദിവസം എങ്ങനെയുണ്ടാവും? കക്കൂസ കഴിക്കാൻ നേരം ഉണ്ടാവില്ല, എപ്പോഴും തൂറിക്കൊണ്ടിരിക്കും. അത് ശരി അല്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. അതെന്താ സംസാരിച്ചാൽ? ഈ പൂർണ്ണ ആദ്യം പിടിച്ച് ബ്ലോക്ക് അടിക്കട്ടാ. ഇവിടെ മോഡറേറ്റേഴ്സ് ഒന്നും ഇല്ലേ? 9745H ഒന്ന് പിടിച്ച് ബ്ലോക്ക് അടിക്കും. ഇവിടെ മോഡറേറ്റേഴ്സ് ഇല്ലേ? അവന് കഴപ്പം മൂത്തു. വാതലിന്റെ ഇടയിൽ പോയിട്ട് കുണ്ണ വരച്ച് കളയട്ടെ. ചെല്ല്. ഞാൻ ചോദിച്ചത് പെണ്ണുങ്ങളെ മസാജ് എത്രയാണെന്നാണ്. ആണോ? അതുവരെ മസാജ് സെന്ററിൽ പോയി ചോദിക്കുക കേട്ടാ. ലോക്കറ്റ് ഒന്ന് മാറ്റുമോ? നിനക്ക് ഇന്നലെ നല്ല കഴപ്പായിരുന്നല്ലേ, അതിന് ഞാൻ സ്വയംഭോഗം ചെയ്ത് 10 വട്ടം സ്വയംഭോഗം ചെയ്ത് വെള്ളം കളഞ്ഞു. ആരെ ബ്ലോക്ക് ആക്കാനാണ്? നിങ്ങളെ അല്ല, വേറെ ആളെ. നിങ്ങൾ ബാഡ് കമന്റ് ഇട്ടാൽ നിങ്ങളെ ബ്ലോക്ക് അടിക്കും. ആളുകളെ കിട്ടാത്തതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് എത്രയാ ചോദിക്കണത്? ഒരു മര്യാദയുണ്ട്. ഓക്കെ, കറക്റ്റ്. നിങ്ങൾ മസാജ് സെന്റർ റേറ്റാ ചോദിക്കും, മാന്യമായിട്ട് മര്യാദത്തോടെ ചോദിക്കുക. ഓക്കെ, അതാണ് പെണ്ണ്. ബിജി പൊന്നേ. ഹോ മൈ ഗോഡ്. കുണ്ടറയിലെ ചുണ്ടൻ ബിജി അമ്മ ഒക്കെ വോട്ട് ചെയ്തോ? ചോദിച്ചു. എൻ്റെ അമ്മ കൈപ്പത്തിയാ. കൈപ്പത്തിയുടെ ആൾക്കാര്. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാരെ ആരും വിളിച്ചിട്ടില്ല. പഞ്ചായത്ത് കുളം ബിജി കറുത്ത പൂറ് ആണോ? നീ കണ്ടിക്കണോ? നീ വന്ന് കണ്ടിട്ടുണ്ടോ കറുത്തതാണോന്ന്? മൂട്ടടിച്ചാൽ മതി മുളകൊക്കെ. നീ കണ്ടേക്കണാ? നീ ഏത് പാർട്ടി? എനിക്ക് പാർട്ടിയില്ല, ഞാൻ അവർക്ക് വോട്ട് ചെയ്യാറില്ല. ആര് ചോദിച്ചാൽ ഇപ്പം നമുക്കെന്താ? അല്ല പിന്നെ എന്താ കാര്യം? എന്തിനു നടക്കുന്ന? നമ്മൾ പണിയെടുത്താലേ നമുക്കുള്ളൂ. ആര് ജയിച്ചാലും ഒരു കാര്യമില്ല. എന്തെങ്കിലും സഹായം ഉണ്ടാ? നമ്മൾ കയ്യിലുണ്ട്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നടക്കും. നല്ല ആനുകൂല്യം കിട്ടുന്നുണ്ടോ? മെറീസിക്ക് വോട്ട് ചെയ്യാറുണ്ടോ? മെറീസ ഞാൻ തൊട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ ഇരുന്നാലും എൻ്റെ ബിജി സുന്ദരിയാണ്. ലവ് യു ഡി. ഞാൻ എത്ര സൂടി ഉണ്ട് വൈകി? ഞാൻ നാട്ടിൽ പോയി 17 സൂടിയിട്ടില്ലേ? ദൈവം പർച്ചേസ് കഴിച്ചും മേടിക്കണമെന്നുണ്ട്. നടക്കോ എന്തോ പണ്ടാറടങ്ങാൻ. കുറച്ച് മിഠായി മേടിക്കണം. ആദ്യത്തവണ ഒന്നും മേടിക്കണില്ല. അച്ചായനോട് 500 ചോദിക്കണം.
ബിജി നാട്ടിൽ പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ട് 27-ാം തീയതി. ലത്തീഫിനൊരു ഹായ് പറയുമോ? നിങ്ങളെ ഇഷ്ടമാണ്. ബിജി നീ ഇന്നലെ ടിക്ടോക്കിൽ നല്ല അടി. സജന ആൻഡ് സുധീതം. ബിജി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ബിജിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ വ്യഭിചരിച്ചു നടക്കുന്നു. പിന്നെ ഈ സമൂഹത്തിൽ ആർക്കും ആരെ ഇഷ്ടപ്പെടും? ഓക്കെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. ഇപ്പം മമ്മൂട്ടീനെ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്, എത്ര പേർക്ക് ഇഷ്ടമില്ല. മോഹൻലാലിന് എത്ര പേര് ഇഷ്ടമുണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ ലോകത്തിൽ എല്ലാവർക്കും ഇപ്പം ബിജിനെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അങ്ങനെ ചിന്തിക്കുക. എല്ലാവർക്കും റോസപ്പ് തന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ?